ഫലസ്തീനിലെ ഗസയിലുള്ള ആളുകളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂന്നാമതും ആവർത്തിച്ചിരിക്കുകയാണ്. ഈജിപ്തും ജോർദാനും വിസമ്മതിച്ച സ്ഥിതിക്ക് എങ്ങനെയാണ് അത് സാധ്യമാവുക എന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ടായിരുന്നു ട്രംപ് പറഞ്ഞത്. തീർച്ചയായും അതവർ ചെയ്യുമെന്ന് 3 തവണ ആവർത്തിച്ചു. അതിനുവേണ്ട സൗകര്യങ്ങൾ, അതിനുവേണ്ട സഹായങ്ങൾ, അതിനുവേണ്ട ഓഫറുകൾ ഞങ്ങൾ അവർക്ക് നൽകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിരന്തരം ഇത്തരം പ്രസ്താവന നടത്തുന്നതിനിടയിലാണ് ഈജിപ്ത് ശക്തമായ സൈനിക സന്നാഹങ്ങളുമായി ഇസ്രയേലിന്റെ അതിർത്തിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. റഫ ബോർഡറിനോട് ചേർന്ന ഭാഗത്താണ് അതിശക്തമായ സന്നാഹങ്ങൾ ഇപ്പോൾ ഈജിപ്ത് ഒരുക്കിയിരിക്കുന്നത്. ധാരാളം സൈനിക ടാങ്കുകളും അതുപോലെ കവചിത വാഹനങ്ങളും അടങ്ങുന്ന വലിയ രൂപത്തിലുള്ള സൈനിക സന്നാഹങ്ങളാണ് ആ ഭാഗത്തേക്ക് നീക്കിയിരിക്കുന്നത്. അതേസമയം ഒക്ടോബർ 7 ഫലസ്തീനിലെ ഗസയിലെ ഹമാസ് ഇസ്രയേലിന്റെ പല ടാങ്കുകളും പിടിച്ചെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോയിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിന്റെ പല ഭാഗത്തേക്കും കയറിയിരുന്നു. ആ സമയത്ത് അവരുടെ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ ചെക്ക് പോസ്റ്റുകളും തുടങ്ങി ധാരാളം ഭാഗങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ പിടിച്ചടക്കിയിരുന്നു. എന്നാൽ ആ ഭാഗത്തുണ്ടായിരുന്ന ടാങ്കുകളെല്ലാം അവർ തിരിച്ച് ഗസയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന ചില വാർത്തകളാണ് വരുന്നത്. അതെല്ലാം വളരെ സുരക്ഷിതമായ ഭൂമിക്കടിയിലുള്ള അവരുടെ സൗകര്യ സ്ഥലങ്ങളിലേക്കായിരുന്നു നീക്കിയത് എന്നും, എന്നാൽ ഇപ്പോൾ ചിലതെല്ലാം അവർ പ്രദർശിപ്പിക്കുന്നു എന്ന വാർത്തകളുമാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ തലക്കടിച്ച് ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ. പ്രധാനമായും തായ്വാനിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് ശക്തമായ നികുതി ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പല കമ്പനികളും തായ്വാനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടെ വെച്ച് പല കമ്പ്യൂട്ടർ ഉപകരണങ്ങളും നിർമ്മിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം തായ്വാനിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് ശക്തമായ നികുതി ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തായ്വാന്റെ സാമ്പത്തികമായ സംവിധാനങ്ങൾക്ക് നേരെയുള്ള ട്രംപിന്റെ നീക്കമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കും. തായ്വാനോടുള്ള പ്രശ്നമല്ലെങ്കിലും അമേരിക്കയിലെ സാമ്പത്തിക സംവിധാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ട്രംപിന്റെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് നമുക്ക് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പരസ്യമായി കത്തിച്ച സ്വീഡനിലെ സാൽവാൻ മോമിക എന്ന് പറയുന്ന വ്യക്തി സ്വീഡനിലെ അപ്പാർട്ട്മെന്റിൽ വെടിയേറ്റ് മരിച്ചിരിക്കുകയാണ്. സ്വീഡനിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമായിരുന്ന ഒരു സംഭവമായിരുന്നത്. ലോക മുസ്ലിമീങ്ങളെല്ലാം ബഹുമാനിക്കുന്ന വിശുദ്ധ ഖുർആൻ, ഈ ഖുർആനിനെ പരസ്യമായി അവഹേളിക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ. ലോകത്ത് ഇത്തരത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളെ കത്തിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്ന രീതി പൊതുവെ ലോക സമൂഹത്തിനിടയിലില്ല. അതേസമയം വിശുദ്ധ ഖുർആനെതിരെ പലയിടങ്ങളിലായി ഇത്തരം നീക്കങ്ങൾ ആരംഭിച്ചത് തന്നെ വലിയ രൂപത്തിലുള്ള ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്കയും ഇറാനും തമ്മിൽ ശക്തമായ രൂപത്തിൽ കൊമ്പുകോർത്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പുതിയ അണ്ടർഗ്രൗണ്ട് ബേസ് കൂടെ ഇപ്പോൾ ഇറാൻ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. കടലിനോട് ചേർന്ന ഭാഗത്താണ് വലിയ രീതിയിലുള്ള ക്രൂസ് മിസൈലുകളുടെയും അതുപോലെ ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയ ശേഖരങ്ങൾ അടങ്ങിയ ഒരു ബേസാണ് ഇപ്പോൾ ഇറാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലുമായിട്ടുള്ള തർക്കങ്ങൾ മൂർച്ഛിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രദർശനം എന്നത് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ്. അമേരിക്കയുടെയും ഇറാന്റെ എതിരാളികളുടെയും കപ്പലുകളെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള അതിശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇറാൻ ഇതിലൂടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കപ്പലുകൾക്ക് നേരെ കടലിനോട് ചേർന്ന ഭാഗത്തു നിന്നും ക്രൂസ് മിസൈലുകൾ അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുക എന്നതാണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. ആഴ്ചകൾക്ക് മുമ്പാണ് സമുദ്ര അടിയിൽ തന്നെ ഇതുപോലുള്ള സംവിധാനങ്ങൾ ഇറാൻ പ്രദർശിപ്പിച്ചിരുന്നത്.